ലൈഫ് എപ്പോഴും ഫെയർ ആയിരിക്കും അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. അതാണ് ഒന്നാമത്തെ റിയാലിറ്റി എന്ന് പറയുന്നത്. ലൈഫിൽ നമുക്ക് പല കാര്യങ്ങളും വരും. ചിലപ്പോൾ പെയിൻ ഉണ്ടായിരിക്കും, സഫറിങ്സ് ഉണ്ടായിരിക്കും, ചലഞ്ചസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ അൺസർട്ടിനിറ്റി. എവിടെ നമുക്ക് ഒരു പെടുത്തുണ്ടായിരിക്കില്ല ലൈഫ് എന്തായിരിക്കും. ചില സമയത്തൊക്കെ നമ്മൾ ഫ്യൂച്ചറൊക്കെ ആലോചിച്ചിട്ടിരുന്ന് ഭയങ്കരമായിട്ട് പേടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ലൈഫ് ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പോകുന്നതായിരിക്കും. അപ്പോൾ അവർ അയ്യോ എൻ്റെ പാസ്റ്റിൽ, എൻ്റെ കഴിഞ്ഞു പോയ ലൈഫിൽ ഞാൻ അങ്ങനെ ചെയ്താൽ നല്ലതായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരുന്നു, എൻ്റെ ആ ഡിസിഷൻ തെറ്റായിപ്പോയി, ഈ ഡിസിഷൻ അതങ്ങനെ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പണ്ട് കഴിഞ്ഞു പോയതാണ്. നമുക്ക് അത് അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ടൈം ട്രാവൽ ചെയ്തിട്ട് പഴയ ലൈഫിലോട്ടൊക്കെ പോയിട്ട് അവിടെ ചെന്ന് കറക്റ്റ് ചെയ്തൊന്നും വരാൻ പറ്റില്ല. ഒരു പണിയില്ലാതിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓവർ തിങ്കിങ്, അതൊരു ഫാഷനാണല്ലോ, ട്രെൻഡാണല്ലോ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓവർ തിങ്ക് ചെയ്യാണ്. കഴിഞ്ഞു പോയ ലൈഫ് എന്നൊക്കെ മാറ്റാൻ പറ്റില്ല, പക്ഷെ അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ റിഗ്രറ്റ് അടിച്ചുകൊണ്ടിരിക്കും. ഇത് പറ്റാത്ത ആളുകളാണ് ഫ്യൂച്ചറിൽ അങ്ങനെ വരുമോ, ഫ്യൂച്ചറൊന്നും എന്ന് പറയുന്നത് വന്നിട്ടില്ല, പക്ഷെ അതൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര പേടിയുണ്ടായിരിക്കും അതിനെക്കുറിച്ചിട്ട്. എന്നാൽ ഈ ഒരു പ്രസന്റ് മൊമെന്റിലാണ് ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പല കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളെ ഫ്യൂച്ചർ ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈഫിനാണ് പവർ ഉള്ളത്. ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫ്യൂച്ചറായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മളിരുന്ന് ചിന്തിക്കൂല. നമ്മളുടെ മുന്നിൽ പ്രസന്റ് അല്ല ഉള്ളത്. നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പാസ്റ്റും ഫ്യൂച്ചറും ആയിരിക്കും. ഈ പാസ്റ്റിനെ കുറിച്ച് വേണ്ടാത്തത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, കണ്ടിന്യൂസ് ആയിട്ട് സെയിം പാറ്റേൺ തന്നെ വിടുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവുന്നത്. ഫ്യൂച്ചറിനെ കുറിച്ച് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് വേവലാതിപ്പെടുമ്പോഴാണ് നമുക്ക് ആങ്സൈറ്റി പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. എന്നാൽ പ്രസന്റ് നിമിഷത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. പക്ഷെ അതാരും ചെയ്യൂല.